എൻ്റെ പുറകിലെ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ് ഫെസിലിറ്റി ആയിട്ടുള്ള ഈസി ആൻഡ് സ്പോർട്സ് സിറ്റി. 30ലധികം സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹബ്ബാണ് ഈ കാണുന്നത്. ഈ ഒരു സ്പോർട്സ് ഫെസിലിറ്റിക്കുള്ളിൽ തന്നെ ഏകദേശം 3500ഓളം ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓഡിറ്റോറിയം സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയധികം ഫെസിലിറ്റികളോട് കൂടി ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്ത ആരാണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം നാനോആർക്കിടെക്ട്സ് ആണ്. നമ്മൾ ഈ ഒരു ഫെസിലിറ്റിക്ക് വേണ്ട ജിം ഫെസിലിറ്റി കൂടി നമ്മൾ ഈ ഡിസൈൻ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ലറ്റ്സിന് വേണ്ട വെയിറ്റ് ട്രെയിനിങ്ങിനുള്ള സെഷൻ താഴെയായിട്ടും കാർഡിയോക്ക് വേണ്ട സെഷൻ മേളിലായിട്ടും ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ സെഗ്രിഗേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഡിസൈനകത്ത് നമ്മൾ പലതരത്തിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ്, ലൈറ്റിങ്ങിലായാലും വോളിലായാലും ഈവൻ കാർപ്പറ്റ്സിലായാലും നമ്മൾ ഡിസൈൻ എലമെൻറ്റ്സ് വളരെയധികം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജിമ്മിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പൂള് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്വിമ്മിംഗ് പൂളല്ല നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ ഒളിമ്പിക്സിൻ്റെ സ്വിമ്മിംഗ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൂള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, പൂളിൻ്റെ ഒരു എൻഡിൽ, അതായത് സ്വിമ്മേഴ്സ് ചാടുന്ന എൻഡിൽ 7 മീറ്റർ ഡെപ്താണ് നമ്മൾ പൂളിന് കൊടുത്തിരിക്കുന്നത്. അതെന്നാൽ തിരിച്ച് നമ്മുടെ ഈ ഒരു എൻഡിലേക്ക്, തിരിച്ച് കയറുന്ന ഒരു എൻഡിലേക്ക് എത്തുമ്പോഴേക്കും അത് കുറഞ്ഞ് 3.8 മീറ്റർ ഡെപ്തിലേക്ക് അത് എത്തുന്നു. ഇത്തരത്തിൽ വളരെയധികം ഡീറ്റെയിലിംഗ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പൂൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം 2 തരത്തിലുള്ള പൂളുകളാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആക്ച്വൽ സ്പോർട്സിന് വേണ്ടിയുള്ളൊരു പൂളും, പിന്നെ ഒന്നെന്ന് പറയുന്നത് കിഡ്സ് പൂളുമാണ്. ഈ കിഡ്സ് പൂളിന് നമ്മൾ വെറും 60 സെൻറ്റിമീറ്റർ മാത്രമാണ് ഹൈറ്റ് ഡിസൈനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ഈ പൂളിന് മുകളിലായി തന്നെ ഒരു ഗാലറി കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പ്രൊഫഷണൽ ലെവലിലുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻറ്റിനും പിന്നീട് മറ്റ് കാണികൾക്കും മറ്റിരുന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗാലറി സ്പേസ് ഈ ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന റണ്ണിങ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 400 മീറ്ററോളം വൈഡായിട്ടുള്ളൊരു ട്രാക്കാണ്. ഇതിനകത്ത് 6 ലൈൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ട്രാക്കിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഗാലറി സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ടർഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഫുൾ ഓൺ ടർഫ് നമ്മൾ മാറ്റ് ചെയ്തിരിക്കുന്നത് പോളിപ്രൊപ്പൈലൻ എന്ന് പറയുന്ന സിന്തറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ കളിക്കിടയിൽ കളിക്കാർക്കുണ്ടാകുന്ന കാലിലുണ്ടാകുന്ന പരിക്കുകളും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഈ ഒരു ടർഫിൽ ഫേസ് ചെയ്യത്തില്ല. പിന്നീട് ഈ ഒരു ഫുൾ ഓൺ ടർഫ് ഡിസൈൻ ചെയ്തിരിക്കുന്ന 2 തരത്തിലുള്ള കളികളും ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് 7s 11s കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടർഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഡയമെൻഷൻസ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ടർഫിനെ ഫുള്ളായി നെറ്റ്സ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ നമുക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് നടത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൺവിൻസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതാണ് നാനോആർക്കിടെക്ട്സ് ഇവിടെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള വോളിബോൾ കോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു കോർട്ട് ഫുള്ള് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ട് എങ്കിലും നമ്മൾ ഇതിന് റൂഫിംഗ് കൊടുത്തിട്ടുണ്ട്. ബട്ട് കവറിംഗ് ആയിട്ട് യാതൊരു വിധത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബട്ട് ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഫ്ലോറിങ്ങിൽ നമ്മൾ കോൺക്രീറ്റ് ഫ്ലോറിംഗ് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ റബ്ബർ ടൈൽ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ പുറകിലേക്ക് കാണുന്നതാണ് ഇവിടുത്തെ ഈ ഒരു ഗസ്റ്റ് ഹൗസ്. 8ഓളം റൂമുകൾ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് നമ്മളിവിടെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസാണ് നമ്മൾ ഇവിടെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ടെന്നീസ് കോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫുൾ ഓൺ കോർട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ തീമിലാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 12 മീറ്ററാണ്. ഈ ഒരു 12 മീറ്റർ പൊക്കത്തിൽ വരെ കോർട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു വെൻറ്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ 4 എക്സോ ഫാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ചൂടിനെ ഫുള്ളായിട്ട് ചക്ക് ചെയ്ത് പുറത്തളയുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ പ്രൊജക്റ്റ് വന്നിരിക്കുന്ന പുത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ആക്ച്വലി ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ വരുമ്പം തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ഔട്ട്സ്കേർട്ട് ഓഫ് ദ സിറ്റി എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ഇപ്പം നോക്കണത് കാര്യം ഇപ്പം ഇതിനെ ബേസ് ചെയ്താണ് ഇവിടെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ ഒരു ഫുൾ പൾസ് എന്ന് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് വന്നോടി ഒരു സ്ഥലം മൊത്തം ട്രാൻസ്ഫോം ആയി. അതൊരു വലിയ നല്ല കാര്യമാണ്. കാര്യം ഒരു നാട് തന്നെ നമ്മൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സ്പോർട്സ് പ്രൊജക്റ്റ് കാരണം.
ഇതുപോലെ തന്നെ ഇപ്പം ഇവിടെ തന്നെ വരുന്ന പല ഇവൻറ്റുകൾ ഫ്രം കോഴിക്കോട് ടു ട്രിവാൻഡ്രത്തുള്ള പല പല ഇവൻറ്റുകളും ഇപ്പം ഇവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് കോമ്പറ്റീഷൻ, സ്കൂളിലെ സ്പോർട്സ് കോമ്പറ്റീഷൻ, അസോസിയേഷൻ, പോലീസ് അസോസിയേഷൻ, അങ്ങനെയുള്ള പല 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 അസോസിയേഷൻ്റെ ആയിട്ടുള്ള കോമ്പറ്റീഷൻ മൊത്തം ഈ ഇസിയാനിൽ വെച്ചാണ് ഇപ്പം നടക്കുന്നത്. ഏകദേശം 1-2 ഇയേഴ്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഈ നാടിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു എക്കണോമിക് സോണായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് മാറാനുള്ള ചാൻസ് ആണുള്ളത്. സോ വി 9 ആർക്കിടെക്ട്സ് വി ആർ ലുക്കിംഗ് ഫോർ പ്രൊജക്ട്സ് ലൈക്ക് ദിസ്.